പ്രതിസന്ധിയിലായ ജലവിതരണ മേഖലയെ പുനഃക്രമീകരിക്കാനുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായി പുതിയ ജല ഓംബുഡ്സ്മാനെ പ്രഖ്യാപിക്കാനൊരുങ്ങി പരിസ്ഥിതി സെക്രട്ടറി സ്റ്റീവ് റീഡ്. NHS പ്രസവ സേവനങ്ങളിലെ മോശം പരിചരണം വളരെ വ്യാപകമാണെന്ന ആരോഗ്യ സെക്രട്ടറി വെസ്റ്റിന്റെ നിലപാട് ശരിയെന്ന് തെളിയിച്ചുകൊണ്ട് UK ഗർഭകാലത്തോ പ്രസവശേഷം ഉടൻ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ഔദ്യോഗിക കണക്കുകൾ. ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണെന്നും കണക്കുകൾ. ഞായറാഴ്ച ലിവർപൂളിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനിടെ തീവ്രവാദ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് 4 പേർ അറസ്റ്റിൽ. 40 വർഷം മുമ്പ് ഖനി തൊഴിലാളികളുടെ പണിമുടക്കിനിടെ ഓർഗീവിൽ നടന്ന അക്രമാസക്തമായ പോലീസ് നടപടിയും പോലീസ് കെട്ടിച്ചമച്ചതായി പറയുന്ന വിചാരണയും സംബന്ധിച്ച അഴിമതി ആരോപണത്തെക്കുറിച്ച് ഒരു നിയമപരമായ അന്വേഷണം ആരംഭിച്ച് UK സർക്കാർ. ഈ വർഷത്തെ കുടുംബ അവധിക്കാല യാത്രയ്ക്കായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് കോട്സ് ഓട്സിനെ തിരഞ്ഞെടുത്തതായി റിപ്പോർട്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരിട്ട് ബ്രസീലിലെ 11 സുപ്രീം കോടതി ജഡ്ജിമാരിൽ 8 പേരുടെയും US വിസ റദ്ദാക്കിയതായി റിപ്പോർട്ട്. നീക്കം മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനായ്ക്കെതിരെ വിചാരണ നിർത്തിവെക്കാൻ. ദക്ഷിണ കൊറിയയിലുണ്ടായ കനത്ത മഴയിലും 5 ദിവസമായി തുടരുന്ന വെള്ളപ്പൊക്കത്തിലും 17 മരണം, 11 പേരെ കാണാതായി. ലോസ് ഏഞ്ചൽസിലെ നിശ ക്ലബിന് പുറത്ത് ഒരാൾ കാർ ഓടിച്ചു കയറ്റി 30 പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരം. വിയറ്റ്നാമിൽ ഇടിമിന്നലിൽ ഒരു ടൂറിസ്റ്റ് ബോട്ട് മറിഞ്ഞ് 38 വിനോദസഞ്ചാരികൾ മരിച്ചു. 7 പേരെ കാണാതായി. ലോകം ഉറങ്ങുന്ന രാജകുമാരൻ എന്ന് നൊമ്പരത്തോടെ വിളിച്ച സൗദി രാജകുമാരൻ അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി അൽ ഐനിലെ വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച ശക്തമായ മഴ. പിന്നാലെ പൊടിക്കാറ്റ് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. പ്രതിസന്ധിയിലായ ജലവിതരണ മേഖലയെ പുനഃക്രമീകരിക്കാനുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായി പരിസ്ഥിതി സെക്രട്ടറി സ്റ്റീവ് റീഡ് ഒരു പുതിയ ജല ഓംബുഡ്സ്മാനെ പ്രഖ്യാപിക്കും. ജോൺ കുൻലീഫ് അവലോകനത്തിൽ ശുപാർശ ചെയ്യുന്ന വലിയ മാറ്റങ്ങളിൽ പ്രധാനമാണ് ജല ഓംബുഡ്സ്മാൻ. ഇതോടെ ഇംഗ്ലണ്ടിനും വെയിൽസിനും വേണ്ടിയുള്ള വ്യവസായ നിരീക്ഷണ സ്ഥാപനമായ ഓഫ് വാട്സിന്റെ അടച്ചുപൂട്ടൽ കൂടി ഇതിൽ ഉൾപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം ബാങ്കുകളുടെ മേൽനോട്ടത്തിനായി സമാനമായി മേൽനോട്ട അധികാരങ്ങളുള്ള ഒരു റെഗുലേറ്റർ ഓഫ് വാട്സിനെ മാറ്റിസ്ഥാപിക്കും. ജല കമ്പനികൾക്കുള്ളിൽ പ്രവർത്തിക്കുവാനും അവർ നിയമം അനുസരിക്കുന്നുണ്ടെന്ന് പരിസ്ഥിതി മെച്ചപ്പെടുത്തുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ വിദഗ്ധരെ നിയമിക്കും. NHS പ്രസവ സേവനങ്ങളിൽ മോശം പരിചരണം വളരെ വ്യാപകമാണെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റിന്റെ നിലപാട് ശരിയെന്ന് തെളിയിച്ചുകൊണ്ട് UK ഗർഭകാലത്തോ പ്രസവശേഷം ഉടൻ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ഔദ്യോഗിക കണക്കുകൾ. ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2015-2017 കാലയളവിൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിൽ 209 മാതൃമരണങ്ങൾ നടന്നപ്പോൾ 2021-23 അത് 254 ഉയർന്നതായും ഹൗസ് ഓഫ് കോമൺ ലൈബ്രറി സമാഹരിച്ച ഡാറ്റ വ്യക്തമാക്കുന്നു. NHS പ്രസവ സേവനങ്ങളിലെ മോശം പരിചരണം വളരെ വ്യാപകമാണെന്നും അത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും മരണങ്ങൾക്ക് കാരണമായെന്നുമുള്ള ആരോഗ്യ സെക്രട്ടറി വെസ്റ്റിന്റെ സമീപകാല പ്രസ്താവനയ്ക്ക് അടിവരയിടുന്നതാണ് ഈ പ്രവണത. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ പെരിനാറ്റൽ എപ്പിഡമിയോളജി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുതിർന്ന ഡോക്ടർമാരും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗും ചേർന്നാണ് പ്രസവ പരിചരണ ഗുണനിലവാരത്തിന്റെയും ഫലങ്ങളുടെയും ദീർഘകാല ഔദ്യോഗിക ഓഡിറ്റായ എംബ്രേസ് UKയുടെ റിപ്പോർട്ടുകളിൽ നിന്നുള്ള കണക്കുകൾ സംയോജിപ്പിച്ചത്. പ്രസവ നവജാത ശിശു സേവനങ്ങളിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഇംഗ്ലണ്ട് മുഴുവൻ ഒരു ദ്രുത ദേശീയ അന്വേഷണം ആരംഭിക്കുമെന്നും സ്ട്രീറ്റിംഗ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. ഇത് പരിചരണത്തിലും സുരക്ഷയിലും അടിയന്തര മെച്ചപ്പെടുത്തലുകൾ വരുത്തുകയും 15 വർഷത്തിലേറെ പഴക്കമുള്ള വ്യവസ്ഥാപനമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞായറാഴ്ച ലിവർപൂൾ നഗരമധ്യത്തിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനിടെ തീവ്രവാദ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് 4 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വ്യക്തമാക്കി. ലിവർപൂൾ ഫ്രണ്ട് ഓഫ് പലസ്തീന്റെ പതിവ് മാർച്ചിൽ പ്രതിഷേധക്കാരുടെ കൈവശം പലസ്തീൻ ആക്ഷൻ എന്ന പ്രചാരണ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന വസ്തുക്കൾ കണ്ടതായും മെഴ്സിഡസ് പോലീസ് വ്യക്തമാക്കി. ജൂണിൽ തീവ്രവാദ സംഘടനയായി നിരോധിക്കപ്പെട്ട പലസ്തീൻ ആക്ഷനെ നിരോധിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് വാരാന്ത്യ പ്രകടനങ്ങളിൽ രാജ്യത്ത് ഉടനീളം 100-ലധികം പേരെ അറസ്റ്റ് ചെയ്തു. ഖനി തൊഴിലാളികൾക്കെതിരെ 4 പതിറ്റാണ്ടിനു മുമ്പ് നടന്ന പോലീസ് നടപടിയിൽ നീതിയുക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് UK നടന്നുവന്ന പ്രതിഷേധ പ്രചാരണങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. ഖനി തൊഴിലാളികളുടെ പണിമുടക്കിനിടെ ഓർഗ്രീവിൽ നടന്ന അക്രമാസക്തമായ പോലീസ് നടപടിയും പോലീസ് കെട്ടിച്ചമച്ചതായി പറയുന്ന വിചാരണയും സംബന്ധിച്ച അഴിമതി ആരോപണത്തെക്കുറിച്ച് സർക്കാർ ഒരു നിയമപരമായ അന്വേഷണം ആരംഭിച്ചു.
സൗത്ത് യോർക്ക്ഷയറിലെ ഓഫ് ഗെയിംസ് കോക്കിംഗ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ആഭ്യന്തര സെക്രട്ടറി എവേറ്റ് കൂപ്പർ അന്വേഷണം പ്രഖ്യാപിച്ചു. 1984 ജൂൺ 18 പോലീസിംഗിനെ കുറിച്ചും നീതിപരമല്ലാത്ത കേസ് നടപടികളെക്കുറിച്ചുമുള്ള അന്വേഷണം ഇതോടെ തുടരുമെന്നാണ് സർക്കാർ ഉറപ്പ്. ഈ വർഷത്തെ കുടുംബ അവധിക്കാല യാത്രയ്ക്കായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് കോട്സ് വോട്സ് തിരഞ്ഞെടുത്തതായി റിപ്പോർട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്കോട്ട്ലൻഡിലെ അവധിക്കാലം പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ സമ്പന്നരായ വിനോദസഞ്ചാരങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചാരമുള്ള കോട്സ്വോൾഡ്സിൽ വാൻസും ഭാര്യ ഉഷയും 3 കുട്ടികളും അടുത്ത മാസം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഗസ്റ്റിന്റെ തുടക്കത്തിൽ വാൻസും കുടുംബവും ലണ്ടൻ സന്ദർശിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരിട്ട് ബ്രസീലിലെ 11 സുപ്രീം കോടതി ജഡ്ജിമാരിൽ 8 പേരുടെയും US വിസ റദ്ദാക്കിയതായി റിപ്പോർട്ട്. സൈനിക അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് വിചാരണ നേരിടുന്ന മുൻ പ്രസിഡന്റ് ജെയർ ബോൾസൊനാരോയെ തുടർ നടപടികളിൽ നിന്നും ഒഴിവാക്കാനുള്ള വൈറ്റ് ഹൌസ് നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ജഡ്ജിമാർക്കെതിരായ നടപടി. ഡൊണാൾഡ് ട്രംപിന്റെ മാഗ പ്രസ്ഥാനവുമായി ബന്ധമുള്ള തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റായ ബോൾസോനാരോയെ 2022 തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ എതിരാളിയായ ലൂയിസ് ലുല ഡസിവയോട് പരാജയപ്പെട്ടതിന് ശേഷം അധികാരത്തിൽ തുടരുന്നതിനുള്ള കൊലപാതക ഗൂഢാലോചനയുടെ സൂത്രധാരനാണെന്നാരോപിച്ച് വിചാരണ നേരിടുന്നു. വരും ആഴ്ചകളിൽ സുപ്രീം കോടതി ബോൾസോനാരോയെ കുറ്റക്കാരനെന്ന് വിധിക്കുമെന്നും 43 വർഷം വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും സൂചന നിലനിൽക്കെയാണ് യുഎസിന്റെ നടപടി. ദക്ഷിണ കൊറിയയിലുണ്ടായ കനത്ത മഴയിലും 5 ദിവസമായി തുടരുന്ന വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 17 ആയി. 11 പേരെ കാണാതായതായും ഔദ്യോഗിക കണക്കുകൾ. സിയോളിൽ നിന്നും 40 മൈൽ കിഴക്കുള്ള ഗിയോങ്കി പ്രവിശ്യയിൽ റിസോർട്ട് പട്ടണമായ ഗാങ്പോ കൗണ്ടിയിൽ ഞായറാഴ്ച പുലർച്ചെ പെയ്ത കനത്ത മഴയിലും മണ്ണിടിച്ചിലും വീടുകളും വാഹനങ്ങളും വെള്ളത്തിനടിയിലായി. പലരും മണ്ണിടിച്ചിൽ ഒലിച്ചുപോയി. ശനിയാഴ്ച പുലർച്ചെ ലോസ് ഏഞ്ചൽസിലെ സാന്താ മോണിക്ക ബൊളീവ വാർഡിലെ വെർമോണ്ട് ഹോളിവുഡ് നിശാ ക്ലബിൽ കയറാൻ കാത്തുനിന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരാൾ കാർ ഓടിച്ചു കയറ്റി. 30 പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമാണ്. കസ്റ്റഡിയിലുള്ള ഡ്രൈവർ 29-കാരനായ ഫെർണാണ്ടോ റാമിസെനെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. നിശാ ക്ലബിൽ കയറാൻ കാത്തുനിന്ന നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ഇടിച്ചു തെറിപ്പിച്ചതായി നഗരത്തിലെ അഗ്നിശമന വകുപ്പ് വ്യക്തമാക്കി. ഹോങ്കോങ്ങിന് ഭീഷണിയായി മണിക്കൂറിൽ 118 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിച്ച് വിഫാക് കൊടുങ്കാറ്റ്. ഇതോടെ ഹോങ്കോങ് ഏറ്റവും ഉയർന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. സ്കൂൾ ക്ലാസുകൾ റദ്ദാക്കുകയും 100 കണക്കിന് വിമാനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. നഗരത്തിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് ഞായറാഴ്ച രാവിലെ ഹോങ്കോങ്ങിൽ നിന്ന് 60 കിലോമീറ്റർ തെക്കു കിഴക്കായി എത്തിയ വിഫാക് ഹോങ്കോങ് ദ്വീപിന്റെ കിഴക്കൻ തീരത്ത് വലിയ തിരമാലകൾക്ക് കാരണമായി. ശനിയാഴ്ച വിയറ്റ്നാമിൽ ഉണ്ടായ ഇടിമിന്നലിൽ ഒരു ടൂറിസ്റ്റ് ബോട്ട് മറിഞ്ഞ് 38 പേർ മരിക്കുകയും 7 പേരെ കാണാതാവുകയും ചെയ്തു. 48 യാത്രക്കാരും 5 ജീവനക്കാരും സഞ്ചരിച്ചിരുന്ന വണ്ടർ സീ ബോട്ട് സന്ദർശകരുടെ പ്രിയപ്പെട്ട സ്ഥലമായ ഹാലോങ് ബേയിലേക്കുള്ള ഒരു വിനോദയാത്രയ്ക്കിലായിരുന്നു എന്നും സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രക്ഷാപ്രവർത്തകർ 12 പേരെ രക്ഷിക്കുകയും 38 മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തതായി സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിരവധി കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിനോദസഞ്ചാരികളും വിയറ്റ്നാമുകാർ ആണെന്നും ഔദ്യോഗിക വിയറ്റ്നാം വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. വടക്കു പടിഞ്ഞാറൻ ജർമ്മനിയിലെ ബോംതെ പട്ടണത്തിൽ ഒരു കാർ റോഡിൽ നിന്നും തെന്നിമാറി വീടിന്റെ മേൽക്കൂരയിൽ ഇടിച്ചു കയറി നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. നിർത്തിയിട്ടിരുന്ന ഒരു വാഹനത്തിൽ ഇടിച്ച കാർ ഒരു പൂന്തോട്ടത്തിലേക്ക് ഇടിച്ചു കയറി ഒരു ആൺകുട്ടിയെ ഇടിക്കുകയും വായുവിലേക്ക് ഉയർന്ന നിലത്ത് ഏകദേശം 3 മീറ്റർ അകലെയുള്ള ഒരു കളപ്പുരയുടെ മേൽക്കൂരയിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കി. ആൺകുട്ടിക്കും ഡ്രൈവറുടെ ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. വാഹനം ഓടിച്ച ഡ്രൈവർ, അവരുടെ 2 കുട്ടികൾ എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ആനന്ദ് ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം. ഒരു പൗണ്ട് 115.90 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 86.22 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 100.36 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസ്. ലോകം ഉറങ്ങുന്ന രാജകുമാരൻ എന്ന് നൊമ്പരത്തോടെ വിളിച്ച സൗദി രാജകുമാരൻ അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. 2005 ലണ്ടനിൽ വെച്ചുണ്ടായ ഗുരുതര വാഹന അപകടത്തിൽ പരിക്കേറ്റാണ്
20 വർഷവും അബോധാവസ്ഥയിൽ കഴിഞ്ഞത്. 36-കാരൻ ഖാലിദ് ബിൻ തലാൽ റിയാദ് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ വെച്ചായിരുന്നു മരിച്ചത്. മകന്റെ മരണം പിതാവ് അമീർ ഖാലിദ് ബിൻ തലാലാണ് ലോകത്തെ അറിയിച്ചത്. വലീദ് രാജകുമാരന്റെ വിയോഗത്തിൽ സൗദി റോയൽ കോർട്ട് അനുശോചിച്ചു. റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുൽ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ബദ്ഹഖ് സമീപം ഊദ് മക്ബറിൽ ഖബറടക്കി. വരുന്ന 3 ദിവസം വൈകിട്ട് മക്ബിർ നമസ്കാരത്തിന് ശേഷം റിയാദ് അൽ ഫഹറിലെ ഡിസ്ട്രിക്ട് അമീർ വൽദ് ബിൻ തലാലിന്റെ കൊട്ടാരത്തിൽ പുരുഷന്മാർക്കും സമീപത്തെ അമീർ തലാൽ ബിൻ അബ്ദുൽ അസീസിന്റെ കൊട്ടാരത്തിൽ സ്ത്രീകൾക്കുമായി അനുശോചന ചടങ്ങ് നടക്കുമെന്നും പിതാവ് അമീർ ഖാലിദ് ബിൻ തലാൽ അറിയിച്ചു. അപകടം നടക്കുമ്പോൾ 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ വലീദിന്. UK-യിലെ സൈനിക കോളേജിൽ പഠിക്കുകയായിരുന്നു അദ്ദേഹം ആ സമയത്ത്. അബോധാവസ്ഥയിൽ രാജകുമാരനെ റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റി. 20 വർഷമായി അവിടെയായിരുന്നു ചികിത്സ. അമേരിക്കൻ സ്പാനിഷ് വിദഗ്ധരുടെ ചികിത്സ ലഭിച്ചിട്ടും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. ഇടയ്ക്കിടെ വിരലുകൾ അനങ്ങുന്നത് പോലുള്ള ചലനങ്ങൾ ശരീരം കാണിച്ചത് കുടുംബത്തിന് പ്രതീക്ഷകൾ നൽകിയെങ്കിലും വലീദ് പൂർണ്ണ ബോധത്തിലേക്ക് മടങ്ങി വന്നില്ല. കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി അൽ ഐനിലെ വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച ശക്തമായ മഴ ലഭിച്ചു. ഉമ്മുഗഫ, സാഅത്ത്, ഖാത്തം അൽ ഷിഗ്ല എന്നിവിടങ്ങളിലാണ് മഴ പെയ്തത്. അൽ ഐനിലെ ഫുജറ എന്നിവ ഉൾപ്പെടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ മഴ മേഘങ്ങൾ രൂപവത്കൃതമാകാൻ സാധ്യതയുള്ളതിനാൽ ഈ ഭാഗങ്ങളിൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇത് പകൽ സമയങ്ങളിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച രാവിലെ മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്തതിനാൽ അബുദാബി പോലീസ് മോട്ടോർ വാഹന യാത്രക്കാർക്ക് മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.99 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.48 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 282.23 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 224.27 ഇന്ത്യൻ രൂപ.